സാന്ത്വനം 2 സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന മിത്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന സായി ലക്ഷ്മിയെ കുറേയധികം പേർക്ക് അറിയായിരിക്കാം. ഈ ഇടയ്ക്കാണ് സായി ലക്ഷ്മി എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് മാറിയത് എന്തുകൊണ്ടെന്ന് കുറേയധികം ആൾക്കാർ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു സീരിയലിൽ തന്നെ ക്യാമറാമാനായിട്ടുള്ള അരുണുമായിട്ട് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഒളിച്ചോടി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതോ ഈ ഒരു സായി ലക്ഷ്മിക്ക് 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തുള്ള കാര്യങ്ങൾ ഭയങ്കര ചർച്ചാ വിഷയങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ അരുൺ എന്ന് പറഞ്ഞ വ്യക്തി നേരത്തെ പാർവതി വിജയ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കുട്ടിയും ഉണ്ടായിരുന്നു. ഈ ഒരു പാർവതി വിജയ് എന്ന് പറയുന്നത് ഇതേ കണക്ക് സ്വാന്തനം പോലെ തന്നെ കുടുംബവിളക്ക് എന്ന് പറഞ്ഞൊരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അവിടെ വെച്ചാണ് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവുന്ന ഒളിച്ചോടുന്നത്. ആ സമയത്ത് ആ ഒരു പെൺകുട്ടിയും 19 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേന് ഈ ഒരു കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എന്താണ് നിങ്ങൾ ഈ ഒരു സായി ലക്ഷ്മിക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നീ പാർവതിയുടെ ജീവിതം തുലച്ചിട്ട് നീയാണോ ഇപ്പോൾ അവനെ കിട്ടിയത്, നീ കാരണമാണോ അവർ പിരിഞ്ഞ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഈ ഒരു സായി ലക്ഷ്മിക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും വന്ന സമയത്താണ് സായി ലക്ഷ്മി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്ന സമയത്ത് ഓൾറെഡി ഇവർ സെപ്പറേറ്റഡ് ആയിരുന്നു, എൻ്റെ അടുത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞങ്ങൾ ആ സമയത്ത് നല്ലൊരു ഫ്രണ്ട്സായിരുന്നു, സംസാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ അരുൺ എൻ്റെ അടുത്ത് പറയുന്നത്. അതിനുശേഷം എനിക്ക് ഇഷ്ടം തോന്നി, ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് കല്യാണം കഴിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. ഈ അരുൺ എന്ന് പറയുന്നത് എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജോഡിയാണ്. ഞാൻ ആരുടെ ജീവിതമോ കാര്യങ്ങളോ ഒന്നും തുലച്ചിട്ടില്ല. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കതിൻ്റെ വിഷമം അറിയാം. ഞാൻ ആരുടെയും കുടുംബം തകർത്തുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. എന്നെ കുറ്റപ്പെടുത്തുന്നത് നിർത്തണം. ഞങ്ങളെ പരിചയപ്പെടുന്ന സമയം തൊട്ടേ അവർ തമ്മിൽ പിരിഞ്ഞ് താമസിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇഷ്ടമാവുന്നത് എല്ലാ കാര്യങ്ങളും. അതൊരു ഫുൾ വീഡിയോ ആയിട്ട് സായി ലക്ഷ്മി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ഫുള്ള് കാണണമെങ്കിൽ അത് പോയി കാണാവുന്നതാണ്. സോ എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം, സായി ലക്ഷ്മി പറഞ്ഞത് ഏകദേശം കറക്റ്റാണെന്നുള്ളൊരു കാര്യം. കാരണം അവരിഷ്ടപ്രകാരം കല്യാണം കഴിക്കുന്ന സമയത്ത്, അതായത് ഇവർ തമ്മിൽ ഇഷ്ടം എന്താ പറയുക ഉള്ള സമയത്തല്ല, ഒരു ഫാമിലി അവർ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ അവർ ഓൾറെഡി എന്താ പറയുക മാരേജ് പോയിക്കൊണ്ടിരുന്ന സമയത്തൊന്നും അല്ല അവർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതിൽ ചുമ്മാ പോയി കമൻസ് എടുത്ത് കാര്യങ്ങളൊന്നും വേണ്ട. അത് അവരുടെ ജീവിതമാണ്, അവർ റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർവതി വിജയ് കണക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മ്യൂച്വലായിട്ട് തന്നെയാണ് ഇത് പിരിയാൻ തീരുമാനിച്ചത്, അല്ലാതെ പ്രശ്നങ്ങളോ അങ്ങനെ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഞങ്ങൾ മ്യൂച്വലായിട്ടാണ്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ എന്താ കാരണമെന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാതെ ഞങ്ങളുടെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേന് അത് അവരുടെ ഇഷ്ടത്തോടാണ്, മറ്റേത് അവർക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കാണുന്നവർക്കും ഇങ്ങനെ കമൻറ്റ് ഇടേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് തോന്നിയത്. ബട്ട് സായി ലക്ഷ്മി ആ ഒരു വീഡിയോ ഇടാൻ കാണിച്ച കറക്റ്റ് കാര്യമാണെന്ന് തോന്നി. കാരണം ഇല്ലെങ്കിൽ സായി ലക്ഷ്മിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ഇങ്ങനത്തെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം സായി ലക്ഷ്മി കാരണമാണ് ഇതെല്ലാം ഫാമിലി തന്നെ പിരിഞ്ഞതെന്ന് വിചാരിച്ചതിന് കറക്റ്റായിട്ട് ആ വീഡിയോ ഇട്ടത് എനിക്ക് കണ്ടപ്പോൾ ഓക്കെ, ഈ ഒരു സമയത്ത് വീഡിയോ ഇട്ടത് റൈറ്റാണെന്ന് തോന്നി.